ദൈവ തിരുനാമത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ബ്യൂട്ടി ഹോമിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ബ്യൂട്ടി ഹോം നിർമ്മിക്കുവാനായിട്ട് 2 മെറ്റീരിയൽ പരിചയപ്പെടാം. ഇത് കാർഡ്ബോർഡാണ്, പേപ്പർ കാർഡ്ബോർഡ്. അതിൻ്റെ ഉള്ളിൽ ഹോളുള്ള ടൈപ്പ് കാർഡ്ബോർഡാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഈ ബ്യൂട്ടി ഹോം നിർമ്മിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു മെറ്റീരിയൽ സൺ പാക്കാണ്. ഇതും പേപ്പർ കാർഡ്ബോർഡ് തന്നെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുപയോഗിച്ച് നമുക്ക് ഈ മനോഹരമായ വീട് നിർമ്മിക്കാനായിട്ട് സാധിക്കും. പേപ്പർ കാർഡ്ബോർഡ് പോലെ തന്നെ ഹോളുള്ള ഒരു മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക്കാണ് ഈ മെറ്റീരിയൽ. ഇതുപയോഗിച്ച് നമുക്ക് ഈ ബ്യൂട്ടി ഹോം നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഈ വീട് നിർമ്മിക്കാനായിട്ടുള്ള അളവുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അടി മുതൽ മുകൾ വരെയുള്ള അളവ് 15 സെൻറ്റിമീറ്ററാണ്. അതുപോലെ നടുഭാഗം വരെ 10 സെൻറ്റിമീറ്ററും അതിന് മുകളിലേക്ക് 5 സെൻറ്റിമീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. അടിവശത്ത് 4 സെൻറ്റിമീറ്ററും സൈഡിൽ 4.5 സെൻറ്റിമീറ്ററുമാണ് അളവെടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഓരോ കോണുകളും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അളവുകൾ തിട്ടപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ അളവുകൾ ഓരോന്നും കറക്റ്റ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ കർവ് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് അതിൻ്റെ കർവ് വരച്ചിരിക്കുന്നത്. 2 സൈഡിലും പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് അതിൻ്റെ കർവുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് റൂഫിൻ്റെ ഭാഗമാണ്, 8 സെൻറ്റിമീറ്റർ. അടിവശത്തെ റൂഫിൻ്റെ ഭാഗമാണിത്. ഇത് മുകളിലെ റൂഫിൻ്റെ ഭാഗമാണ്, 5 സെൻറ്റിമീറ്റർ. ഇത് അടിവശത്തെ വാൾ സൈഡിൻ്റെ അളവാണ്, 5 സെൻറ്റിമീറ്ററും അതുപോലെ 4 സെൻറ്റിമീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. ഇത് മുകൾ സൈഡിലെ വാൾ സൈഡാണ്, 3.5 4.5 സെൻറ്റിമീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് വരുന്നതായൊരു ഭാഗമാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ഈ ബ്യൂട്ടി ഹോമിൻ്റെ അളവാണ്. ഈ അളവിൻ്റെ ഓരോ ഭാഗങ്ങളും എഡ്ജുകൾ വളരെ വൃത്തിയായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. കട്ടർ ഉപയോഗിച്ച് വളരെ വൃത്തിയായിട്ട് ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ അളവുകൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്കിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്കിത് ഒട്ടിക്കാം.
മനോഹരമായി ബ്യൂട്ടി ഹോം നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അടിവശത്ത് കുറച്ച് വെയിറ്റ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. നിർമ്മിച്ചു കഴിയുമ്പോൾ മറഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇതിലെ കളറുകൾ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയായി എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ ഇളകി പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ സ്റ്റിക്കുകൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ കഴുകിയെടുത്ത് നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. ആവശ്യാനുസരണം കട്ട് ചെയ്ത് നമുക്കിത് ഒട്ടിക്കാം. അതുപോലെ പ്രൂഫ് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. മനോഹരമായി ഈ വീട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ റൂഫ് സ്റ്റിക്ക് കട്ട് ചെയ്ത് കർവുണ്ടാക്കിയാണ് നമ്മളിത് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി സ്റ്റിക്കിൻ്റെ ഓരോ ഇടയും ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് നമുക്ക് പെയിൻറ് ചെയ്യാം. ഇത് കാർഡ്ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ്.
നമ്മൾ പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഓരോ ആണിപ്പാടുകളും പെയിൻ്റ് അടിച്ചാൽ തടിയുടെ ഒരു ഫീല് ലഭിക്കും. കാർഡ്ബോർഡ് ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്നെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചാൽ മതി. ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമില്ല.